അങ്ങനെ രാമായണ മാസം ആരംഭിച്ചിരിക്കുകയാണല്ലേ. നമ്മൾക്ക് ഒരു നാലമ്പലം തൊഴുതു വന്നാലോ? അങ്ങനെ നാലമ്പലം തൊഴാനായിട്ട് ആദ്യ ക്ഷേത്രമായിട്ടുള്ള തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. തൃപ്രയാറ് തൊഴുതു വലം വെച്ചിട്ട് നമ്മൾ പിന്നെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് പോവാണ്. വനവാസത്തിന് പോയ ശ്രീരാമനെ കാത്ത് തപസ്സനുഷ്ഠിക്കുന്ന ഭരതനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഭരതസ്വാമിനെ തൊഴുത് നമ്മൾ പിന്നെ പോകുന്നത് ലക്ഷ്മണസ്വാമിനെ കാണാൻ വേണ്ടിയിട്ടാണ്. തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോണത്. എറണാകുളത്ത് ആലുവയ്ക്കടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭരതൻ ശ്രീരാമനെ കാണാനെത്തിയപ്പോൾ ലക്ഷ്മണൻ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഇവിടെ എത്തുകയും തുടർന്ന് ഭരതസ്വാമിക്ക് ഇവിടെ വെച്ച് ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ലക്ഷ്മണസ്വാമിയെ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാലമ്പല ദർശനത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കാണ്. ഇനി നമ്മൾ പോണത് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇരിഞ്ഞാലക്കുട അടുത്തുള്ള പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 4 ക്ഷേത്രങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നത് രോഗപീഠകളിൽ നിന്നും ദുരിതത്തിൽ നിന്നും രക്ഷ നേടാനാകുമെന്നാണ് വിശ്വാസം.